ഇത് ചേട്ടാ, ഇത് കലാരൂപത്തെ കുറിച്ചൊന്ന് പറയോ? അത് ഞങ്ങള് അമ്മൻകുളം എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് ഈ തമിഴ്നാടിന്റെ കലാരൂപമാണ്. ഞങ്ങള് ഇത് നമ്മുടെ മലയാളികള് ചെയ്യുന്ന ഒരു രീതിയായിട്ട് ഞങ്ങൾ അതൊരു പരിഷ്കരിച്ച് ഡാൻസിന്റെ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ എത്ര പേരുണ്ട് ടീമിൽ? ഇപ്പൊ 6 പേരുണ്ട്. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. എവിടെന്നാ വരുന്നേ? ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നാ വരുന്നത്. ഇത് എറണാകുളം. എവിടെ? ഇടപ്പള്ളി. അപ്പൊ കൊച്ചിക്കാരി തന്നെയാണ്. എങ്ങനെയുണ്ട് ഇത്? അല്ലല്ല, ഞാൻ എല്ലാ കൊല്ലം ക്യാരക്ടറാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 5 വരെ ഹാങ് ആപ്പ് ചെയ്തുകൊണ്ട് ഒരു ആ സീനായിരുന്നു. അതിക്ക് മുന്നേ സിൽക്ക് സ്മിതയായിട്ട് വിലങ്ങ് വെച്ചുകൊണ്ടുള്ളത്. എല്ലാ വർഷവും സാന്നിധ്യം ഉള്ളതാണ്. അപ്പൊ ഇത് തമിഴ്നാട്ടിന്റെ ഒരു നമ്മുടെ പുലിക്കളി, മറ്റൊരു പുലി. ഹായ്, എന്താ ഒരു പെൺപുലിയാണ് ആ പോയിട്ടുള്ളത്. നമ്മുടെ മറ്റ് വാദ്യ കലാകാരന്മാരുണ്ട്. അങ്ങനെ ഓരോ കലാരൂപങ്ങൾ. അർദ്ധനാരീശ്വരനുണ്ട്. നമ്മുടെ കുറെ പുലിക്കുട്ടികളുണ്ട്. എവിടെ നമ്മുടെ പുലിക്കുട്ടികൾ? ഹാപ്പി ഓണം. എനർജറ്റിക് ആയിട്ട് പറയാ. നിങ്ങളെല്ലാം എവിടുത്തെ സ്കൂളിലാണ്? ഈ സ്കൂളിൽ തന്നെയാണോ? അതാരേ പുലി വേട്ടക്കാരെല്ലാരും ഉണ്ടല്ലേ? ഓണമൊക്കെ എവിടം വരെ എത്തി? അല്ല, ഇതാണ് ഓണം. ഇന്നത്തെ അത്തച്ചം ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ സ്റ്റെപ്പൊക്കെ പഠിച്ചു? 2 സ്റ്റെപ്പ് ഇട്ടേ. എന്തായാലും സജിത്ത്, കുട്ടികൾക്ക് ഇത് തന്നെയാണ് ഈ ആഘോഷം. ഈ ഒരു ചെണ്ടമേളം, കൂട്ടുകാരുമായിട്ടുള്ള ഈ ഒരു ഒത്തുചേരൽ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഓണാഘോഷം. ഓരോ അർദ്ധനാരീശ്വരനുണ്ട്, ശിവനുണ്ട്, പാർവതിയുണ്ട്, കൃഷ്ണനുണ്ട്, രാധയുണ്ട്. അങ്ങനെ എല്ലാ കലാരൂപങ്ങളും നമ്മുടെ കുട്ടികളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് നോക്കിയാൽ ഒരുങ്ങി നിൽക്കുന്നതും. ഇത് കാണാൻ തന്നെയാണ് ഭയങ്കര ഭംഗി. മാലാഖമാരുടെ കുട്ടിയുടെ പേരെന്താ? ഈ സ്കൂളിൽ തന്നെയാണോ? ഇവിടെ ഗേൾസിലാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 5. നിന്ന് ക്ഷീണിച്ചോ? ഇല്ല. എങ്ങോട്ടേക്ക് ഇറങ്ങാൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എല്ലാരും. വെയിലല്ലേ? പ്രശ്നമില്ല, ഇഷ്ടാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടാ. നമ്മുടെ കൃഷ്ണൻ, രാധ. എന്താ കൃഷ്ണന്റെ പേര്? അമൃതലക്ഷ്മി. രാധയുടെ പേര്? ഷാർമി. ഗേൾസിലാണോ? നമ്മുടെ വേറൊരു കൃഷ്ണനുണ്ട് കേട്ടോ. നല്ല രസം, നല്ല ഭംഗിയുള്ള കൃഷ്ണൻ. എല്ലാ കൃഷ്ണന്മാരും ഭംഗിയുണ്ട്. ഇത് പ്രത്യേക ഒരു ഭംഗി. നമ്മുടെ പേരെന്താ? എന്റെ പേര് അഞ്ജന പ്രദോഷ്. ക്ലാസ്സിലെ പഠിക്കും? ഞാൻ 12th തൃപ്പൂണിത്തുറ ഗേൾസില്. എന്നിട്ടാണോ കൃഷ്ണവേഷം? ഞാൻ 5ാമത്തെ വർഷം കൃഷ്ണനാണ്. 5ാമത്തെ വർഷം. ഇവിടെയാണോ അതോ അഷ്ടമി? അല്ല, ഇവിടെ ആദ്യം അഷ്ടമി രോഹിണിക്കും കൃഷ്ണനാണ്. അപ്പൊ രാധയായിരുന്നു ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കൃഷ്ണാവാൻ തുടങ്ങിയത്. കൃഷ്ണനിലേക്ക് മാറ്റിപ്പിടിച്ച എന്താ? പുതിയൊരു ലുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇഷ്ടമായത് അങ്ങനെ തുടർന്നു. ഞാൻ ഇഷ്ടപ്പെട്ടു. രാധയുടെ പേരെന്താ? അപ്സര. അതെ. വേറൊരു കൃഷ്ണനുണ്ട്, രാധയുടെ. മോളെ പേര്? വൈഷ്ണവി. എല്ലാ വർഷവും കൃഷ്ണനാണോ? കഴിഞ്ഞ വർഷം ആയതാ. നമ്മുടെ ഓരോ കുട്ടികളായിട്ട് വളരെ മനോഹരമായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകുന്നതോറും നമുക്ക് പറയുന്നത് കേൾക്കാൻ കഴിയില്ല. കാരണം അവിടെ വലിയ ചെണ്ടമേളമാണ്, ആഘോഷമാണ്. അവിടെ ഡാൻസും ഓരോ സ്റ്റെപ്പുകളും ഒക്കെ ആയിട്ട് ആളുകൾ അങ്ങനെ ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മുടെ റോബോട്ട് ഉണ്ട് ഇത്തവണ. റോബോട്ട് ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ അത്തച്ചമയത്തിന് റോബോട്ട് കാണാറില്ല. ഒപ്പം സജിത്ത് മറ്റൊരു ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അല്ലെ? ലഹരിക്കെതിരെ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? വായിക്ക്. അറിവാണ് അറിയുക ലഹരിക്ക് അറിവാണ് ആയുധം ലഹരിക്കെതിരെ പോരാട്ടം. കൂട്ടുകാരൻ മലയാളം വായിക്കാൻ പറഞ്ഞപ്പോ എല്ലാരും പോയോ? വാ നിങ്ങൾ ഈ പ്ലക്കാർഡ് പിടിച്ച് നിക്കുന്നല്ലേ? ഇത് എന്താന്ന് പറയണ്ടേ? ഇത് എന്തിനാ ഇങ്ങനെ നിക്കുന്നേ? ഓൺലൈൻ സംവിധാനത്തിനെ കുറിച്ചിട്ട് പറയണത്. എന്താണിത്? അല്ല, ഓൺലൈൻ സംവിധാനം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിളിക്കാനുള്ള നമ്പറായി കൊടുത്താണ്. ഹെൽപ്പ് ലൈൻ നമ്പർ. ശരി. അപ്പൊ ലഹരിക്കെതിരെ പോയോ എല്ലാരും? ലഹരിക്കെതിരായിട്ടുള്ള പ്ലക്കാർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ചോദിച്ചപ്പോ കുട്ടികളൊക്കെ ഓടിക്കളഞ്ഞു. നമ്മുടെ റോബോട്ട് ഇത്തവണയുണ്ട് കേട്ടോ. ഇത് വളരെ കൗതുകകരമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ചേട്ടാ, ആരാണ് ഈ റോബോട്ടിന്റെ ഓപ്പറേറ്റർ?
യെസ് യെസ് യെസ്. ഇതിന്റെ ഉള്ളിൽ ആളാണോ? ഓ, ഇയാളെ എവിടെയാ സംസാരിക്കുക? ഹലോ, ചേട്ടന്റെ പേരെന്താ? ശരത്ത്. ഇത് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ വെയിറ്റ് ഇല്ലേ? ആ, ചെറുതായിട്ട്. ഇതെന്താ റോബോട്ടിന്റെ ജിടെക് എഡ്യൂക്കേഷൻ സ്പോൺസർ? ഓക്കെ. ഈ റോബോട്ട് എന്തൊക്കെ ചെയ്യും? ഡാൻസ് കളിക്കൂ. ഡാൻസ് കളിക്കോ? പാട്ടിട്ട അതായത് റോബോട്ട് ഡാൻസ് കളിക്കുന്ന റോബോട്ട്. ഇതിന്റെ ഉള്ളിൽ ഒരാളാണ്. ഇതൊരു പരസ്യമാണ്, പക്ഷെ കാണാൻ തന്നെ നല്ല കൗതുകകരമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. താങ്ക് യു. മറ്റ് കലാരൂപങ്ങളുണ്ട്. നമ്മുടെ ചേച്ചിമാരല്ല. ചേച്ചിമാർ എവിടെ നിന്ന് വരാം? തന്നെയാണ്. സംഘത്തിന്റെ പേര് ചിങ്കാരിമേള, ശ്രീ ദുർഗ ചിങ്കാരിമേള. നവമി, യെസ് നവമി, ഞങ്ങൾ വരാം. എന്തായാലും അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ ഒരുക്കങ്ങളാണ് നവമി പങ്കുവയ്ക്കുന്നത്. ആരംഭിച്ചിട്ടില്ല. യഥാർത്ഥ കാഴ്ചകൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് മടങ്ങി വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.